സോ ഹായ് വെൽക്കം ബാക്ക് ആൻഡ് ഇന്ന് നമ്മുടെ ആദ്യത്തെ ഫോറൻസിക്കിൻ്റെ ക്ലാസ്സാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് സിലബസ് എന്ന് ജസ്റ്റ് നോക്കണം. ആൻഡ് വി വിൽ ബി കവറിങ് ദ ഫസ്റ്റ് 2 chapters നൗ. ആൻഡ് ഇൻ എ ഗോ പെട്ടെന്ന് തന്നെ പഠിച്ച് കഴിയാവുന്നതേ ഉള്ളൂ. ആൻഡ് ഫോറൻസിക് സയൻസ് ആണ് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര്. ഇതിനകത്ത് വരുന്നതാണ് ഡെഫിനിഷൻ, ഹിസ്റ്ററി, പിന്നെ മെഡിക്കൽ സയൻസിൻ്റെ ഇതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച്, ദെൻ ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്താണ്, പിന്നെ വയലൻസ് അതിൻ്റെ ഡെഫിനിഷൻ, എപ്പിഡമിയോളജി, പിന്നെ സോഴ്സ് ഓഫ് ഡേറ്റ, പിന്നെ സെക്ഷൽ അബ്യൂസ് ചൈൽഡ് വുമണും പറയണം. ദെൻ രണ്ടാമത്തെ ടോപ്പിക്ക് ഫോറൻസിക് നഴ്സിംഗ് എന്തെന്നാണ്, അതിൻ്റെ ഡെഫിനിഷനും, ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ്, സ്കോപ്പ്, സെറ്റിങ്സ് ഓഫ് പ്രാക്ടീസ്, ഏരിയ ഓഫ് പ്രാക്ടീസ് ആൻഡ് സബ് സ്പെഷ്യാലിറ്റീസ്, പിന്നെ എത്തിക്കൽ ഇഷ്യൂസ്, ദ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് നഴ്സ്, ദെൻ INC ആൻഡ് CNC SNC ആക്ട്. ആൻഡ് മൂന്നാമത്തെ ചാപ്റ്ററിൽ ഫോറൻസിക് ടീമും കൂടി ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാം നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ലെങ്കിലും കുറച്ച് നമുക്ക് ആദ്യത്തെ സെഷനിൽ പഠിക്കാം. ആൻഡ് എന്താണ് ഫോറൻസിക് സയൻസ്? ഫോറൻസിക് സയൻസ് ഡിറൈവ് ചെയ്തത് ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഫോറൻസിക് എന്നാണ്, പീപ്പിൾ ടു ഫോറം. റോം ഫോറം ഇസ് എ പ്ലേസ് വെയർ മീറ്റിംഗ് പ്ലേസ് വെയർ ഓൾ ദ സിവിക് പീപ്പിൾ കം ആൻഡ് മീറ്റ്. എത്ര ആഡംബരമൊന്നും വേണ്ട. എന്താണ് ഡെഫിനേഷൻ നോക്കാം. ഫോറൻസിക് സയൻസ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്, വിച്ച് ഡീൽസ് വിത്ത് ആൻ ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ. ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഇൻ ദ എക്സാമിനേഷൻ. ഞാൻ എക്സാം നടത്തുന്നുണ്ട്, അനാലിസിസ് അനലൈസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇവാലുവേഷൻ. അപ്പം നമ്മൾ പറയാനുള്ള ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്, വിച്ച് ഡീൽസ് വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് ദ എന്താണ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ആൻഡ് യൂസ്ഡ് ഫോർ ദ എക്സാമിനേഷൻ, ദെൻ അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഫിസിക്കൽ എവിഡൻസസ് ഫോർ ലീഗൽ പർപ്പസസ്. ഇനി ഇതിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് ഫോറൻസിക് മെഡിസിൻ, ഫോറൻസിക് പത്തോളജി, ഫോറൻസിക് സൈക്കോളജി, ഫോറൻസിക് സൈക്യാട്രി, ദെൻ ഫോറൻസിക് ബയോളജി, ഫോറൻസിക് ബോട്ടണി, ദെൻ ഫോറൻസിക് ഫോട്ടോഗ്രാഫി, ദെൻ ഡിജിറ്റലായിട്ടുള്ള ഉണ്ട്, ഡിജിറ്റൽ ഫോറൻസിക് എൻഡമോളജി ആണ്, ഫോറൻസിക് എൻഡമോളജിയാണ്, ഫോറൻസിക് ഓഡൻറ്റോളജിയാണ്, ദെൻ ഫോറൻസിക് ലിംഗ്വിസ്റ്റിക്സ്. ഫോറൻസിക് മെഡിസിൻ എന്ന് വെച്ചാൽ മെഡിക്കൽ പേർപ്പസസ്, മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മെഡിക്കലും ഉണ്ട്, പാരാമെഡിക്കലും ഉണ്ട്. ഫോറൻസിക് പത്തോളജി എന്ന് പറയുന്നത് നമ്മൾ ഓർഗൻസ് എല്ലാം എടുത്തതിന് ശേഷം ബേസിക്കലി ആ ഹ്യൂമൻ ബോഡിയിൽ എന്തൊക്കെയാണ് ഡിസീസ് അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഫോറൻസിക് നഴ്സിങ് എന്ത് കാരണമാണ് ആ ഒരു ഡെത്തിലോട്ട് നയിച്ചത് എന്നെല്ലാം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായി ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഡിസീസൊക്കെ എന്തെങ്കിലും റിലേറ്റഡ് ആണോ എന്നെല്ലാം നമ്മൾ കണ്ടെത്താൻ സഹായിക്കും. ഫോറൻസിക് ഡിജിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഫോട്ടോഗ്രാഫ് എടുക്കുന്നുണ്ട്. പിന്നെ ക്രൈം ആയിട്ടുള്ള സൈറ്റ് ഉണ്ടല്ലോ, അവിടെ പോയി ഫോട്ടോസ് എടുക്കുന്നതാണ് ക്രൈം ഫോട്ടോഗ്രാഫിക്കകത്ത്. ചെറിയ ഫോട്ടോ എടുക്കും, വലിയ ഫോട്ടോ മീൻസ് ചെറിയ നിയർ വ്യൂ എടുക്കും, വലിയ വ്യൂ എടുക്കും. മൊത്തത്തിൽ ആദ്യമേ നമ്മൾ ഫോറൻസിക് എപ്പോഴും ചില കേസുകളിലെല്ലാം ആരാണോ ക്രൈം ചെയ്തത് ആ ഒരു ക്രിമിനലിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ മൊത്തത്തിലൊരു ഫോട്ടോ എടുക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഫോറൻസിക് സൈക്കോളജി അല്ലെങ്കിൽ സൈക്യാട്രിയിൽ എന്തെങ്കിലും ബിഹേവിയറൽ ചേഞ്ചസ് എപ്പോഴും ബിഹേവിയറൽ ചേഞ്ചസ് ഈ ക്രിമിനൽസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഫോറൻസിക് ആന്ത്രപ്പോളജി ഹ്യൂമൻസിൻ്റെ സ്കെലക്ടൻസ് എടുത്ത് ഐഡൻറ്റിഫൈ ചെയ്യുക ചെയ്യുന്നത്. ഇനി ഫോറൻസിക് ഓഡൻറ്റോളജിയിലോ അത് ശരിക്കും ഫോറൻസിക് ഡെൻറ്റിസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ ഓരോ സ്കെലക്ടൽസൊക്കെ എടുക്കുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസൊക്കെ നടത്തുന്നുണ്ട്. ഫോറൻസിക് ഡോക്യുമെൻ്റ് എക്സാമിനേഷൻ ഓൾറെഡി ക്രൈം എല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാകും. ആ നോട്ട് ചെയ്തിട്ടുള്ള ക്രൈംസ് പ്രോപ്പറായി ഡോക്യുമെൻ്റ് ചെയ്യാനും വീണ്ടും റീചെക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഫോറൻസിക് എൻജിനീയറിങ് ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോറൻസിക് ലിംഗ്വിസ്റ്റിക്സ് ലാംഗ്വേജ് ഡീകോഡ് ചെയ്യാനായിട്ട് ഒരുപാട് അങ്ങനെയുണ്ട്. ജസ്റ്റ് ഒരു പേരുകൾ മാത്രമായിട്ട് പറഞ്ഞു പോവാം. എന്തൊക്കെയാണ്? ഫോറൻസിക് ഫിസിക്സ്, ദെൻ ഫോറൻസിക് കെമിസ്ട്രി, ഫോറൻസിക് ബയോളജി, ഫോറൻസിക് സൈക്കോളജി, ഫോറൻസിക് സൈക്യാട്രി, then forensic anthropology, forensic odontology, forensic linguistic, then forensic
ഈ ഓഡോntology ഫോറൻസിക് ഡെൻറ്റിസ്ട്രി, ഫോറൻസിക് ഫിംഗർ പ്രിൻറ്റിങ്, ഫോറൻസിക് അക്കൗണ്ടിങ്, ദെൻ മെഡിക്കൽ മെഡിസിൻ പറയാം, ദെൻ ഫോറൻസിക് ടോക്സിക്കോളജി, DNA ഫോറൻസിക്സ്, ഫോറൻസിക് എൻഡമോളജി അല്ലെങ്കിൽ ഫോറൻസിക് സൈറ്റോളജി, ഫോറൻസിക് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സ്, ഫോറൻസിക് പോഡിയാട്രി, ഫോറൻസിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫോറൻസിക് ബോട്ടണി ഉണ്ട്, ഫോറൻസിക് സെറോളജി, കമ്പ്യൂട്ടർ ഫോറൻസിക്സ്, സെൽ ഫോൺസ്, മൊബൈൽ ഫോൺ ഫോറൻസിക്സ്, ഫോറൻസിക് ലിംഗ്വിസ്റ്റിക്സ്, എല്ലാ വിഭാഗത്തിലും എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും നേഴ്സും വരുമ്പം ഫോറൻസിക് മെഡിസിൻ, ഫോറൻസിക് എഞ്ചിനീയറിംഗ്, ഫോറൻസിക് നഴ്സിംഗ്, അങ്ങനെ എല്ലാ വിഭാഗത്തിൽ നിന്നും എടുക്കുന്നുണ്ട്. ബോട്ടണി പഠിച്ചവർ, കാരണം ബോട്ടണി എങ്ങനെയാണ്, ഇപ്പം ഈ ഡെഡായിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ ബോഡി ഏതെങ്കിലും ഒരു ഇലയിൽ വന്ന് തട്ടി നിൽക്കുന്നെങ്കിൽ പോലും ആ ഇലയുടെ ഫോട്ടോയും എടുക്കുക, ആ ഇലയും നിന്ന് കുറച്ച് കട്ട് ചെയ്തുകൊണ്ട് പോയി അവരത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം മേ ബി ആ ക്രിമിനലിൻ്റെ എന്തെങ്കിലും ഒരു ബാക്കി പത്രം ആ ചെടിയിൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പം വേറെ എവിടെയെങ്കിലും കൊന്നിട്ട് മറ്റേതെങ്കിലും സ്ഥലത്ത് കൊണ്ടിട്ടതാണെങ്കിലോ, ഇതെല്ലാം നമുക്ക് നമ്മളെ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫോറൻസിക് ബോട്ടണിസ്റ്റാണ്. ഓക്കെ, കാരണം അവർക്കറിയാം ഇന്ന ചെടികൾ എവിടെയൊക്കെയാണ് വളരുന്നത്, അത് നമ്മൾ ഹെൽപ്പ് ചെയ്യും. മീൻസ് എന്തെങ്കിലും ഒരു ബാക്കി അവശിഷ്ടം ഈ ക്രിമിനൽസ് അവിടെ വെച്ചിട്ടുണ്ടാവും. ദാറ്റ് ഇസ് ഫോർ ഷുവർ. ഇത് ഇത്രയാണ് അതിനകത്ത് വരുന്നത്. അടുത്ത എന്താണ്, ഹിസ്റ്ററി ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഫോറൻസിക് സയൻസ് ആണ്. ആദ്യത്തെയാണ് സർ ആർതർ കൊനാൻ ഡോയൽ. ഇദ്ദേഹം ഒരു പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഡിറ്റക്ഷൻ മെത്തേഡിന് ക്രൈം സൈറ്റിൽ നിന്നും ഫിസിക്കൽ ഡിറ്റക്ഷൻ നടത്തി സർ ആർതർ കൊനാൻ ഡോയൽ. ദെൻ മാത്യു ഓർഫിലിയ, ഹീ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് ഫോറൻസിക് ടോക്സിക്കോളജി. ഫോറൻസിക് ടോക്സിക്കോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് മാത്യു ആണ്, മാത്യു ഓർഫില. ദെൻ അൽഫോൺസ ബെർട്ടിലോൺ, ഹി ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് കെമിക്കൽ ഡിറ്റക്ഷൻ. കെമിക്കൽ ഡിറ്റക്ഷൻ്റെ അൽഫോൺസയാണ് ഇദ്ദേഹം. ഡിവൈസ് എ ഫസ്റ്റ് സയൻറ്റിഫിക് സിസ്റ്റം യൂസിങ് ബോഡി മെഷറിംഗ്, ആന്ത്രപ്പോമെട്രി. ഫ്രാൻസിസ് Galton in 1822 to 1911 he studied the study of fingerprinting കുറിച്ച് പഠിച്ചു. Then Leon Latus is a simple procedure of determining blood group. ബ്ലഡ് ഗ്രൂപ്പ് A, B, O അങ്ങനെയെല്ലാം ഓഫ് എ ഡ്രൈഡ് ബ്ലഡ് സ്റ്റെയിൻ കണ്ടുപിടിച്ചത് ലിയോൺ ലാക്ടസ് ആണ്. അപ്പം അർദർ സർ കണ്ടുപിടിച്ചത് ഫിസിക്കൽ ഡിറ്റക്ഷൻ. ഫിസിക്കൽ ഡിറ്റക്ഷൻ. അൽഫോൺസ് അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചത്? അൽഫോൺസ് ക്രിമിനൽ ഡിറ്റക്ഷൻ്റെ പിതാവാണ്. അതേപോലെ കെമിക്കൽസിൻ്റെ അനാലിസിസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. കെമിക്കൽ അനാലിസിസ്, ക്രിമിനൽ ഡിറ്റക്ഷൻ. പിന്നെ സ്റ്റഡി ഓഫ് ഫിംഗർ പ്രിൻറ്റിങ് പറഞ്ഞത് ഫ്രാൻസിസ്. ലിയോൺ ലാറ്റസ് പറഞ്ഞതാണ് ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കുറിച്ചിട്ടുള്ളത്. ഓഫ് എ ഡ്രൈഡ് ബ്ലഡ് സ്റ്റെയിൻ. കാൽവിൻ ഗോഡർ, ഹി കമ്പയർ മൈക്രോസ്കോപ്പ് ടു ഡിറ്റർമൈൻ ഇഫ് ബുള്ളറ്റ് വാസ് ഫയർഡ് ഫ്രം സ്പെസിഫിക് ഗൺ. സ്പെസിഫിക് ആയിട്ടുള്ള ഗണ്ണിൽ നിന്നുള്ള ബുള്ളറ്റ് തന്നെയാണോ എന്ന് കണ്ടെത്താൻ സഹായിച്ചത് കാൽവിൻ ഗോഡർ. പിന്നെ ഇതാണ് ഹിസ്റ്ററി ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഫോറൻസിക് സയൻസ്. അപ്പോൾ നമ്മുടെ സിലബസിൽ ഫസ്റ്റ് ടോപ്പിക്ക് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, ഹിസ്റ്ററി പറഞ്ഞു. ഹിസ്റ്ററി ഓഫ് ഫോറൻസിക് സയൻസ് പറഞ്ഞാൽ 1044 BC ആൻഡിസ്റ്റ്യൂസ് എ റോമൻ ഫിസീഷ്യനാണ് ഓട്ടോപ്സി ചെയ്തത്. 3000 BC ഈജിപ്ഷ്യൻ പ്രാക്ടീസ് ഓഫ് റിമൂവിങ് ആൻഡ് എക്സാമിനിങ് ഇൻറ്റേർണൽ ബോഡി പാർട്സ്. അവരുടെ ബോഡി പാർട്സ് റിമൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ 3000 BC ഈജിപ്ഷ്യൻസ് പുറത്തോട്ട് ഇങ്ങനെ എടുക്കുകയോ ചെയ്യുന്നത് ഇൻറ്റേർണൽ ഓർഗൻസ്. ഫസ്റ്റ് സെഞ്ച്വറി AD ജൂറിസ് ക്വിൽറ്റീനിയൻ റോമൻ ഒറാറ്റ യൂസ്ഡ് ബേസിക് ഫോറൻസിക് ടു അക്വൈൻറ്റ് ആൻഡ് ഇന്നസെൻറ്റ്. 13th സെഞ്ച്വറിയൊക്കെ ആയപ്പോഴത്തേക്കും യൂസ് ഓഫ് മെഡിസിൻസ് ഇൻ ക്രിമിനോളജി. 20th സെഞ്ച്വറിയുടെ ആരാണ് ഷെർലക് ഹോംസ് ഓഫ് ഫ്രാൻസ് എന്നറിയപ്പെടുന്നത്? എഡ്മണ്ട് ലൊക്കാർഡ് ഫസ്റ്റ് പോലീസ് ക്രൈം ലബോറട്ടറിയാണ് കൊണ്ടുവന്നു. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഫോറൻസിക് സയൻസ് ആണ്. എന്തിനാണ് ഈ ഫോറൻസിക് സയൻസ് എല്ലാം? ക്രൈം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സപ്പോസ് ജസ്റ്റിസ് ഇൻ ക്രൈം മെയിനായിട്ടും കണ്ടെത്തും. അത് ന്യായത്തിന് വേണ്ടിയാണ്. തെളിവുകൾ, കുറേ ഘടകങ്ങളുണ്ട്. അപ്പം ടു ഇൻവെസ്റ്റിഗേറ്റ് ക്രൈം എന്താണെന്ന് എനിക്ക് കണ്ടെത്തണം എന്താണ് അവിടെ പറ്റിയത്. രണ്ടാമത്തത് നീതിപീഠത്തിൻ്റെ മുന്നിൽ എല്ലാ
തെളിവുകളും വെച്ചുകൊണ്ട് തന്നെ ആ ക്രിമിനൽസിന് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ആൻഡ് കളക്ഷൻ ഓഫ് ഫിസിക്കൽ ആയിട്ടുള്ള എവിഡൻസസിന് വേണ്ടി. അപ്പം ടു ഇൻവെസ്റ്റിഗേറ്റ് ക്രൈം എന്താണെന്ന് എനിക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ജസ്റ്റിസ് ഞാൻ ഉറപ്പുവരുത്തും, നീതി ഉറപ്പുവരുത്തും. ആൻഡ് എല്ലാ തെളിവുകളും ഞാൻ ശേഖരിക്കും. അവിടുന്ന് ഞാൻ ശേഖരിച്ചുകൊണ്ടേ പോകുകയുള്ളൂ. നാലാമത്തെ ക്രിമിനൽ എലമെൻറ്റ് ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. മെയിനായിട്ട് ഞാൻ അവിടെ നിന്ന് കണ്ടെത്തും, ഞാൻ അവിടുന്ന് തെളിവുകളെടുക്കും, ന്യായം ഞാൻ ഉറപ്പുവരുത്തും. ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അണ്ടർടേക്കിംഗ് ഹൈലി സ്പെഷ്യലൈസ്ഡ് സയൻറ്റിഫിക് വർക്ക് ഇൻ ദ സർവീസ് ഓഫ് ക്രൈം ഡിറ്റക്ഷൻ ലോ ആൻഡ് ജസ്റ്റിസ്. ലാബിൽ വെച്ചിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് അവരെ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മൾട്ടി ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അണ്ടർടേക്കിംഗ് ഹൈലി സ്പെഷ്യലൈസ്ഡ് സയൻറ്റിഫിക് വർക്ക് ഇൻ ദ സർവീസ് ഓഫ് ക്രൈം ഡിറ്റക്ഷൻ ലോ ആൻഡ് ജസ്റ്റിസ്. മെയിനായിട്ടുള്ള ഇതിൻ്റെ ഫങ്ഷൻ ക്രൈം എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എക്സണറേഷൻ ഓഫ് ഇന്നോവേഷൻ, provide investigative leads, then linkage of crime scene and സസ്പെക്ടേഴ്സ്. ആരെയാണോ നമ്മൾ കള്ളന്മാരായിട്ടുള്ള ക്രിമിനൽസ് ആയിട്ട് കരുതി വെച്ചേക്കുന്നത് അവരുമായിട്ടൊരു ലിങ്ക് കൊണ്ടുവരാൻ സഹായിക്കും. ആൻഡ് സസ്പെക്ട് ഐഡൻറ്റിഫിക്കേഷൻ, ദെൻ പ്രൊവിഷൻ ഓഫ് എക്സ്പോർട്ട് ടെസ്റ്റിമോണി ഇൻ കോർട്ട്. ഓക്കെ, അപ്പം ക്രൈം എലമെൻറ്റിനെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ക്രൈം എലമെൻറ്റിന് ക്രൈം എലമെൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ. രണ്ടാമത്തത് എക്സോണിറേഷൻ ഓഫ് ഇന്നോവേഷൻ ഇൻ എക്സോണിറേഷൻ ഓഫ് ഇന്നോവേഷന്. പ്രൊവൈഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ലീഡ്സ്. ദെൻ ലിങ്കേജ് ഓഫ് ക്രൈം സീൻ. അത് എൻ്റെ ക്രൈം സീനും സസ്പെക്റ്റേഴ്സുമായിട്ടൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യും. സസ്പെക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, ദെൻ പ്രൊവിഷൻ ഓഫ് എക്സ്പോർട്ട് ടെസ്റ്റിമോണി ഇൻ കോർട്ട്. അപ്പോൾ മെയിനായിട്ട് എന്താണ് ക്രൈം എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും എക്സോണിറേഷൻ ഓഫ് ഇന്നോവേഷന്, പ്രൊവൈഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ലീഡ്സ്. ഈ ആ ഒരു തെളിവുകളും സസ്പെക്റ്റേഴ്സുമായിട്ടൊരു ലിങ്ക് അവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യും. സസ്പെക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് പ്രൊവൈഡ് എക്സ്പോർട്ട് ടെസ്റ്റിമോണി ഇൻ കോർട്ട്. ഇനി യൂണിറ്റ്സ് ആൻഡ് ഡിവിഷൻ ഓഫ് ഫോറൻസിക് ലബോറട്ടറി നോക്കാം. ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് ബാൻഡ് ഡ്രഗ്സ്. ഏതൊക്കെയാണ് ബാൻഡ് ആയിട്ടുള്ള ഡ്രഗ്സ്, അത് ഏതൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ അനാലിസിസ് ഓഫ് കെമിക്കൽ ഇൻവോൾവ് ഇൻ ബ്രൈബ് കേസസ്. കെമിക്കൽസിനെ കുറിച്ച്. ദെൻ മെയിൻലി ലബോറട്ടറി എന്തിനാണ്? ഡ്രഗ്സിനെ കുറിച്ച്, കെമിക്കൽസിനെ കുറിച്ചുള്ള ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് ആൽക്കഹോളിസം ആൻഡ് റിലേറ്റഡ് മെറ്റീരിയൽ കവേർഡ് അണ്ടർ എക്സൈസ് ആക്ട്. എക്സൈസ് ആക്ടിൻ്റെ കീഴിൽ വരുന്ന എല്ലാം ഇൻക്ലൂഡിങ് ആൽക്കഹോളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് എക്സ്പ്ലോസീവ് റെസിഡ്യൂൽ. ബോംബ് സ്ഫോടനത്തിലൊക്കെ എന്ത് കാരണം കൊണ്ടാണ് അത് പൊട്ടിത്തെറിച്ചതെന്ന് കണ്ടെത്തുക. ഓക്കെ, ഫോറൻസിക് ലബോറട്ടറിയിൽ വരുന്നതാണ് ഫോറൻസിക് ടോക്സിക്കോളജി. ടോക്സിൻസ് ഉള്ളതാണ് ഫോറൻസിക് ടോക്സിക്കോളജീസ്. ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്. പെസ്റ്റിസൈഡ്സ് ആണോ ഇൻസെക്ടിസൈഡ്സ് ആണോ, പ്ലാന്റ് പോയിസൺ ആണ് ആനിമൽ പോയിസൺ. പ്ലാന്റിൻ്റെയും മൃഗങ്ങളുടെയും വിഷയങ്ങളെക്കുറിച്ച് ഇപ്പം ചിലപ്പം ആനിമൽസിന് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം കില്ല് ചെയ്തിട്ടുണ്ട്, അതല്ല ആനിമൽസ് മരിച്ചിട്ടുണ്ടാവുന്നത്. ഒരു സ്ഥലത്ത് തന്നെ 500 ആനിമൽസ് ഒരുമിച്ച് മരിച്ചു. എന്തുകൊണ്ടായിരിക്കും അത് മരിച്ചതിന് കാരണം? അങ്ങനെ കണ്ടെത്താൻ പോകുമ്പോഴത്തേക്കും ഫോറൻസിക് ടോക്സിക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡിൻ്റെ എല്ലാം യൂസിനെ കുറിച്ച്. അടുത്തയാണ് ഫോറൻസിക് ബയോളജി. ബോഡി ഫ്ലൂയിഡ്സ്, ഹെയർസ്, അതിനെല്ലാം എക്സാമിനേഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്കെലറ്റൽ റിമെയിൻസ്. ഫോറൻസിക് സെറോളജി പറയുമ്പോഴത്തേക്കും ബ്ലഡ് സ്റ്റെയിനിങ്, ഗ്രൂപ്പിംഗ്, ദെൻ എൻസൈം ടൈപ്പിംഗ് ഫ്രം ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, അടുത്താണ് ഫോറൻസിക് DNA. ഇതൊരു 5 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം വരാം. ഫോറൻസിക് DNA ഈസ് അനാലിസിസ് ഓഫ് ബയോളജിക്കൽ എവിഡൻസ് ഫ്രം ദ ക്രൈം സീൻ ഫോർ ഇൻഡിവിജ്വൽ ഐഡൻറ്റിഫിക്കേഷൻ. ഇൻഡിവിജ്വലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബയോളജിക്കൽ എവിഡൻസസ് ക്രൈം സീനിൽ നിന്ന് എടുക്കുന്നുണ്ട്. വൺസ് ഈ ഒരു സാമ്പിൾ ഞാൻ എടുത്തതിന് ശേഷം സാമ്പിൾ കളക്ട് ചെയ്തു, ദെൻ അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തു, ആംപ്ലിഫിക്കേഷൻ ഒരുപാട് നമ്പറാക്കി, ദെൻ എന്നെ പ്രൊഫൈൽ ചെയ്യുന്നുണ്ട്. പ്രൊഫൈലിംഗ് ഞാൻ പരസ്പരം അതിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. കമ്പാരിസൺ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഇത്രയാണ് വരുന്നത്. സോ
ഞാൻ സാമ്പിൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം എന്താണ് ചെയ്തത്, കളക്ഷൻ ഓഫ് സാമ്പിൾ, പിന്നെ ഞാനിതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, അതിനെ ഞാൻ ഒരുപാടാക്കുന്നുണ്ട്. ആംപ്ലിഫിക്കേഷന്, ദെൻ പ്രൊഫൈലിങ്, കമ്പാരിസൺ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ. ഇനി യൂസസ് ഓഫ് DNA പ്രൊഫൈലിംഗ്, ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും എക്സോണിറേഷൻ ആൻഡ് ഹ്യൂമൻ ഐഡൻറ്റിഫിക്കേഷന്. ഇന്നസെൻ്റ് ആയിട്ടുള്ള ക്രിമിനൽ, പ്രൊവൈഡിങ് ദ ഇന്നസെൻസ് ഓഫ് കൺവിക്റ്റഡ് ഇൻഡിവിജ്വൽസ്. സോ ബേസിക്കലി നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് ഡെഫിനിഷൻ, എന്താണ് ഹിസ്റ്ററി, ഇമ്പോർട്ടൻസ് ഇൻ മെഡിക്കൽ സയൻസ് ആൻഡ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി. ഏകദേശം ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പകുതിയോളം നമ്മൾ തീർത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഡൗട്ടില്ലല്ലോ ഡെഫിനിഷനിൽ. അതിൻ്റെ ബ്രാഞ്ചസ് കുറേ ടൈപ്പുകൾ നമ്മൾ പറഞ്ഞു, പല ഇനങ്ങൾ. പിന്നെ അതിൻ്റെ ഹിസ്റ്ററി, സർ ആദർ അദ്ദേഹം ഫിസിക്കൽ ഡിറ്റക്ഷൻ, മാത്യു അദ്ദേഹം ഫോറൻസിക് ടോക്സിക്കോളജി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. ഐ ഹോപ്പ് ദാറ്റ് യു ആർ ക്ലിയർ വിത്ത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.